അപ്പം നമ്മൾ അടുത്ത ഓട്ടം കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെരുന്തറയിലെ ACC ബ്ലോക്ക് എടുത്തിട്ട് റെനകൊണ്ട AAC ബ്ലോക്ക് എടുത്തിട്ട് നേരെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ, പഴയങ്ങാടി മാട്ടൂലിലേക്കാണ് കേട്ടോ നമ്മുടെ ട്രിപ്പ്. ഇവിടുന്ന് വിട്ട് കാങ്കയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൈ. സൂര്യൻ അസ്തമിച്ചുകൊണ്ട് ഇപ്പം ഏകദേശം 5:15 മണിയായിട്ടുണ്ട്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. സൂര്യൻ അസ്തമിക്കാനാകുന്നുണ്ട്. വിശാലമായ റോഡ്. ഇതിൽ ഡിവൈഡർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഈ റോഡിൻ്റെ വീതി കുറഞ്ഞോളൂ. ഈവനിങ്ങിലൊരു കാഴ്ചയാണല്ലോ സൂര്യാസ്തമയം. സൂര്യൻ നല്ല വ്യക്തമായി കാണാൻ കേട്ടോ. ഏക്കറക്കിന് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. ഒരു ടോൾ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ കേരള തമിഴ്നാട് ബോർഡർ. ഈ തമിഴ്നാട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. തമിഴ്നാട്ടിലെ ലാസ്റ്റ് ടൗൺ. ഒരു പാലുണ്ട് ഗൈസ്. ആ പാലാണ് കേരള തമിഴ്നാട് ബോർഡറായിട്ട് കണക്കാക്കുന്നത്. ഇതാണ് കേട്ടോ വേലന്താവളം പാലം. ഇതാണ് ബോർഡർ. അപ്പോൾ ഇതാണ് കേട്ടോ വേലന്താവളം. കേരളത്തിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ കാഴ്ച എന്ന് ഫുള്ള് ലോട്ടറി സ്റ്റാളാണ് കേട്ടോ. അധികം ലോട്ടറി സ്റ്റാളാണ്. നമ്മൾ പാലക്കാടെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി സൈഡാക്കിയാണ് കേട്ടോ. അപ്പം കണ്ട കാഴ്ചയാണ് കേട്ടതാ. ഇപ്പോഴത്തെ ട്രെൻഡ് വണ്ടികളുണ്ടല്ലോ, കുറേ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലൊക്കെ കയറി ഒന്നും ആവില്ല എന്നാണ് ഗൈസ് പറയുന്നത്. ഈ പിള്ളേർക്കെല്ലാം എല്ലാം ഊഞ്ഞാലിൽ 400 രൂപയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ, ഈ സൈക്കിളിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1600 രൂപയാണ് ഇവർ പറയുന്ന റേറ്റ്. ചെറിയ ചെറിയ കസേരകളുണ്ട്. പിന്നെ ചെരുപ്പൊക്കെ വെക്കാനുള്ള വെള്ളം വെക്കാനുള്ള ഇതുണ്ട്. പിന്നെ കാറിൽ വെയിലടിക്കാതിരിക്കാനുള്ള സെറ്റപ്പ്, ഷൂ ഹോൾഡേഴ്സ്. അതാ ചെറിയ പിള്ളേർക്ക് പഠിക്കാനുള്ള ടേബിള്, അങ്ങനത്തെ സെറ്റപ്പ് കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. എന്താ ചെറിയ ചെറിയ കസേരകളുണ്ട്. ചെറിയ പിള്ളേർക്കെല്ലാം പറ്റിയതാണ് കേട്ടോ. നിതീഷ് മൊത്തം വില ആക്കുന്നുണ്ട് നടന്ന്. നിതീഷാ ഇനി 1600 ഉറുപ്പ്യ ഉണ്ടോ? ഇവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു ഷൂ ഹോൾഡറിന് ചോദിച്ചേട്ടാ റേറ്റ്. ഇതിന് 900 രൂപയാണ് അവർ പറയുന്നത്. ലാസ്റ്റ് റേറ്റ് നമ്മൾ എത്രയെന്ന് ചോദിച്ചാൽ അപ്പോൾ 700 രൂപ. 8 ചെരുപ്പ് വെക്കാം കേട്ടോ. വില പേശിയാൽ ചിലപ്പോൾ കുറഞ്ഞ് കിട്ടാൻ സാധ്യത ഉണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ മാഹി പമ്പിൽ കയറി ഡീസൽ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 വണ്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പണിയെടുത്തോണ്ട വണ്ടിയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെ വണ്ടി, കോളിച്ചാലത്തെ വണ്ടി. ഇത് ഞാൻ ഇപ്പോൾ പണിയെടുക്കുന്ന വണ്ടി കേട്ടോ. ഇത് ഞാൻ മുമ്പ് പണിയെടുത്തോണ്ട വണ്ടി. ഇത് ഒട്ടുപാലിൻ്റെ വണ്ടിയാണ്, ഫിലിപ്പേട്ടിൻ്റെ ഒരു വണ്ടിയുണ്ട്. സവോള ലോഡുണ്ട്, പുറത്തുനിന്ന് വന്ന വണ്ടി. നമ്മുടെ വണ്ടിയിൽ ഡീസൽ അടിക്കുന്നൊരു ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ മാഷമോന്, ഇത് ജോൺസൺ. വേറൊരു പ്ലൈവുഡ് ലോഡ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, ലോഡ് ഇറക്കാനായിട്ട്. എണ്ണ കയറിക്കൊണ്ടുണ്ട് കേട്ടോ. 9000 ഉറുപ്പ്യൻ്റെ എണ്ണ കയറി. ഒരു 10-12 ഉറുപ്പ്യൻ്റെ എണ്ണയും കൂടി ബാക്കി കയറാനുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഓർഡർ ഇറക്കാൻ പോകുന്ന സ്ഥലം കണ്ടല്ലോ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് മടക്കരയാണ് കേട്ടോ, മടക്കര. അടിപൊളി വ്യൂ. നടുക്കൊരു ദ്വീപൊക്കെ ഉണ്ട്. കുറേ പേര് മീൻ പിടിക്കാനുണ്ട്. കുറേ പേര് പാലത്തിൽ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. കുറേ ബോട്ടൊക്കെ സൈഡാക്കിയിട്ടുണ്ട്, കടലിൽ പോകുന്ന ബോട്ട്.
മടക്കര പാലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സ്ട്രീറ്റ് നമ്പർ 45. ഇതിങ്ങനെ കുറഞ്ഞു പോകും. നമുക്ക് സ്ട്രീറ്റ് നമ്പർ 23 കഴിഞ്ഞപാടെ ലെഫ്റ്റ് സൈഡിലാണ് ഏജൻസീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. ഇപ്പം 45 കഴിഞ്ഞ് ഫൈനലി നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മട്ടൂൽ ഏജൻസീസ് എന്നെ കൊണ്ട് പ്രൊഡക്റ്റെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ സംഭവം തുറന്നിട്ടില്ല, ഷോപ്പ് തുറന്നിട്ട് കാണാം. നമ്മുടെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കമ്പനി. കുറേ കമ്പനി വണ്ടിയുണ്ട്. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ കമ്പനി. നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ. വേറെ ഗുഡ്സ് ഓട്ടോയിലേക്ക് മാറ്റി കയറ്റുന്നതാണ്. കമ്പനീൻ്റെ അകത്ത് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് മാട്ടൂരിൽ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇതെവിടെയാ? തൃക്കരിപ്പൂര അല്ല, ഇതെവിടെയാ? കാലിക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നേരെ കമ്പനിയിലേക്ക് വണ്ടി കൊണ്ടുപോവാം, കഴുകുക, നേരെ വീട്ടിലേക്ക് പോവാം. ഇതാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. നാളെ രാവിലെ വീണ്ടും തേങ്ങലോടുണ്ട് തിരുവനന്തപുരത്തേക്ക്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.